ഗ്രേ ജയശങ്കർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗ്രേ ജയശങ്കർ, അങ്ങേക്ക് ഇതിന്റെ ചരിത്രം, ഇതുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്ന വിവാദങ്ങൾ ഒക്കെ ഏറെ ഓർമ്മയുണ്ടാകും. എന്താണ് ഈ വിധി, എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? ഇത് സംബന്ധിച്ച് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? കേരള രാഷ്ട്രീയം വളരെ സംഘർഷപൂരിതവും സംഘടന നിർഭരവുമായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഭാഗ്യവശാൽ ഇപ്പോൾ അത് വലിയൊരു അളവ് വരെ നമ്മൾ ആ ഘട്ടത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് വേണമെങ്കിൽ സമാധാനിക്കാം. അങ്ങനെ ഉള്ളൊരു കാലത്ത് ഈ കോൺഗ്രസ്, CPM സംഘടനകൾ, അതുപോലെ CPM RSS സംഘടനകൾ, CPM മുസ്ലിം ലീഗ് സംഘടനകളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടന്നു. ആ സമയത്ത് ആദ്യം ഈ പ്രവർത്തകർ തമ്മിലായിരുന്നു വെട്ടും കുത്തും കൊലപാതകവും നടന്നതെങ്കിൽ പിന്നീട് അത് നേതാക്കന്മാരിലേക്ക് കൂടി വ്യാപിക്കും. പ്രമുഖ നേതാക്കന്മാരുടെ പോലും ജീവന് രക്ഷയില്ലാത്തൊരു കാലഘട്ടമുണ്ട്. ആ സമയത്താണ് പി ജയരാജന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്, EP ജയരാജന് നേരെ ആക്രമണം ഉണ്ടാകുന്നു, K സുധാകരന് നേരെ പലതവണ വധശ്രമം ഉണ്ടാകും. പിന്നെ പല നമ്മളാരും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പല സംഭവങ്ങളും ആ സമയത്തുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് EP ജയരാജനെതിരെ അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന വധശ്രമം. അദ്ദേഹത്തെ വെടിവെച്ചു. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇപ്പോഴും വെടിയുണ്ടയുണ്ട് എന്നാണ് പറയുന്നത്. അത് സംഭവം ഉണ്ടായെന്നുള്ളത് ശരിയാണ്. ആ കേസിലെ യഥാർത്ഥ പ്രതികൾ, കുറ്റം ചെയ്ത ആളുകൾക്ക് പിന്നീട് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശിക്ഷയ്ക്ക് ഇരയായി, വധശിക്ഷയ്ക്ക് തന്നെ ഇരയായി എന്നുള്ള സത്യം. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് MV രാഘവനും K സുധാകരനുമാണ് എന്നൊരു ആരോപണം അന്ന് പോലും ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഒരു കോടതി വിധിയിലൂടെ അവസാനിച്ചിരിക്കുന്നത്. K സുധാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നേട്ടം തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ തെളിയിക്കാൻ വളരെ ദുഷ്കരമാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് നടന്നൊരു സംഭവം കേരള പോലീസ് അന്വേഷിച്ചതല്ല, മറ്റ് അന്വേഷണ സംവിധാനങ്ങളിൽ നടന്നതാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തെളിയിക്കുക വളരെ ദുഷ്കരമാണ്. എങ്കിൽ പോലും K സുധാകരനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും ഒരു വിജയം തന്നെയാണ്, യാതൊരു സംശയവും. വളരെയധികം നന്ദി, ഗ്രേ ജയശങ്കർ പ്രതികരിച്ചതിന്.